കാട്ടിൽ രാധ എന്ന പേരുള്ള ഒരാട് അവളുടെ അമ്മയോടൊപ്പം താമസിച്ചിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും പുല്ല് മേഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു പുള്ളിപ്പുലി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രാധേ, രാധേ, നീ പോയി ഒളിച്ചു. ആ സമയത്ത് രാധ ഭയന്നോടിപ്പോയി കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നു. എടീ അമ്മ ആടേ, നിന്റെ മോളെ നീ രക്ഷപ്പെടുത്തി. പക്ഷേ നിന്നെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് തന്നെ ചീറ്റ കാട്ടിലെത്തി രാധയുടെ അമ്മയെ കൊല്ലുന്നു. കുറ്റിക്കാട്ടിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന രാധയ്ക്ക് ചീറ്റ അമ്മയെ കൊല്ലുന്നത് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. ഇത് കണ്ടിട്ട് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ചീറ്റ എന്റെ അമ്മയെ കൊന്നു. ഞാൻ ഇനി മുതൽ ഒരു അനാഥയാണ്. രാധ കരഞ്ഞുകൊണ്ട് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാട്ടിലേക്ക് ഓടിപ്പോയി. പുള്ളിപ്പുലി മാംസ കഷ്ണവുമായി നദീതീരത്തിലേക്ക് നടന്നു നീങ്ങി. ആദ്യം നല്ല ചൂടുള്ള ഇറച്ചി കഴിച്ച് വിശപ്പകറ്റാം, പിന്നെ നല്ല തണുത്ത വെള്ളം കുടിച്ച് എന്റെ ദാഹവും തീർക്കാവുന്നതാണ്. അങ്ങനെ കുറച്ചു സമയത്തിനുള്ളിൽ ചീറ്റ മാംസം തന്നു തീർത്തു. അതിനുശേഷം നദിയിൽ നിന്ന് തണുത്ത വെള്ളം കുടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ചീറ്റിൽ നിന്ന് കറുത്ത പുക ഉയരാൻ തുടങ്ങി. നീ ആരാണ്? ഞാൻ നിന്റെ അന്തകനാടാ പുള്ളിപ്പുലി. പക്ഷേ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ നീ ഒരു പാവം ആട്ടിൻകുട്ടിയെ കടിച്ചു കൊന്ന് തിന്നില്ലേ? അത് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? ആ ആടിനെ ഞാൻ വേട്ടയാടി പിടിച്ചതാ. എന്നാ നീയും കരുതിക്കോ, ഇന്ന് നീ എന്റെ വേട്ടയാണെന്ന്. കണ്ണിമ വെട്ടുന്ന സമയത്തിനുള്ളിൽ തന്നെ രാക്ഷസൻ ചീറ്റപ്പുലിയെ കൊന്നു. ആടിന്റെ ഇറച്ചി കഴിച്ച് ഏതെങ്കിലും പുലി ഈ നദിയിലെ വെള്ളം കുടിക്കുമ്പോ ഞാൻ ഈ സന്യാസിയുടെ തടവിൽ നിന്ന് എന്നേക്കുമായി സ്വതന്ത്രനാവും. ഇത് തന്നെയാണ് ആ സന്യാസി പറഞ്ഞത്. നോക്ക്, ഞാൻ ദേ സ്വതന്ത്രനായി കഴിഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കാട്ടിലുണ്ടായിരുന്ന മന്ത്രവാദി രാക്ഷസന്റെ പിതാവിനെ കൊന്നിരുന്നു. അങ്ങനെ അവനെ അനാഥനാക്കി ഒരു കുളത്തിൽ തടവിലാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ തീർത്തും സ്വതന്ത്രനാണ്. ഏതൊക്കെ ജീവജാലങ്ങളെ അവന്റെ കോപം ബാധിക്കുമെന്ന് ആർക്കും അറിയില്ല. വനവാസികളെ, നിങ്ങളെ കൊണ്ടാണ് ഞാൻ അനാഥനായത്. നിങ്ങളെ കാരണമാണ് ഞാൻ ഈ നദിയിൽ വർഷങ്ങളായി അടിമയായി കഴിയുന്നത്. ഇപ്പോൾ അതിനുള്ള ശിക്ഷ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഓരോന്നായി ഓരോന്നായി എല്ലാത്തിനെയും ഞാൻ എന്റെ ഭക്ഷണമാക്കുന്നതാണ്. അതേസമയം അനാഥയായ രാധ എന്നാട് കാട്ടിൽ ഒറ്റയ്ക്ക് അലഞ്ഞു നടന്ന് ഒരാനയുടെ അടുത്തേക്ക് രാധ എത്തിച്ചേരുന്നു. ആനച്ചേട്ടാ, ഞാനൊരു അനാഥയായ ആടാണ്. എനിക്ക് ഇന്നീ ലോകത്ത് ആരുമില്ല. ദയവായി എനിക്കൊരു അഭയം നൽകി നിങ്ങളുടെ വീട്ടിൽ എന്നെ സംരക്ഷിക്കാമോ? ഉത്തരം പറയൂ. ആട്, ഞാൻ നിന്റെ ദുഃഖം ശരിക്കും മനസ്സിലാക്കുന്നു. എനിക്ക് ശക്തിയുണ്ട്, പക്ഷേ സാമർഥ്യമില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കുന്നതല്ല. നീ എന്നോട് ക്ഷമിക്കണം. അത് കേട്ട രാധ നിരാശയോടെ അവിടുന്ന് പോകുന്നു. അതിനുശേഷം രാധ ഒരു മാനിനെ കണ്ടുമുട്ടുന്നു. മാനമായി, ഒരു പുള്ളിപ്പുലി എന്റെ കൺമുൻപിൽ വെച്ച് എന്റെ അമ്മയെ കൊന്നു എന്നെ ഇപ്പൊ അനാഥയാക്കിയിരിക്കുക. മാനമായി, നിങ്ങളുടെ വീട്ടിൽ എനിക്കൊരു അഭയം തരാമോ? ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കില്ല. ഒരു സ്ത്രീക്ക് മറ്റൊരു നിസ്സഹായായ സ്ത്രീയെ സഹായിക്കാൻ സാധിക്കില്ല അമ്മായി. അത് മോളെ, കാടിന്റെ ലോകം വ്യത്യസ്തമാണ്. ഇവിടെ ആർക്കും ആരെയും സഹായിക്കാൻ സാധിക്കില്ല. എല്ലാവരും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത്. എന്നോട് ക്ഷമിക്കൂ. അത് കേട്ട രാധ നിരാശയാവുകയും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയും ചെയ്തു. എനിക്ക് സഹായം ലഭിക്കണമെങ്കിൽ ഞാൻ രാജാവിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലണം. അങ്ങനെ സഹായത്തിനായി രാധ സിംഹരാജാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. മഹാരാജാവേ, ഞാൻ അനാഥയായ ഒരാടാണ്. എന്റെ അമ്മയെ ഒരു പുള്ളിപ്പുലി കൊല്ലുകയുണ്ടായി. നീ ജനിച്ചിരിക്കുന്നത് വേട്ടയാടപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ ജനിച്ചിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവരെ വേട്ടയാടാൻ വേണ്ടിയാണ്. നീ ആർക്കു വേണ്ടിയാണ് ഇവിടെ വാദിക്കാൻ വന്നിരിക്കുന്നത്? അതെന്റെ വകയിലുള്ള ഒരു സഹോദരനാണ്. ചീറ്റ മഹാരാജാവിന്റെ സഹോദരനാണെന്നോ? ചീറ്റപ്പുലി മാത്രമല്ല, കടുവ, പുലി, പിന്നെ സിംഹം, അതെല്ലാം എന്റെ സഹോദരന്മാരാണ്. ഈ കാര്യം നിനക്കറിയില്ലേ? എന്നോട് ക്ഷമിക്കൂ മഹാരാജാവേ. ഞാനിവിടെ ആരോടും യാചിക്കാൻ വേണ്ടി വന്നതല്ല. എനിക്കിവിടെ ആരുടെയെങ്കിലും വീട്ടിലൊരു അഭയം കിട്ടുമോ എന്ന് അറിയാൻ വന്നതാണ്.
ഒരാടായിട്ട് നിനക്ക് എങ്ങനെ എന്നെ പോലൊരു സിംഹത്തിന്റെ അടുത്ത് പരാതി പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? മഹാരാജാവേ, എന്നെ ഒന്ന് സഹായിക്കാമോ? നിനക്ക് വേണമെങ്കിൽ ഞാൻ ജീവിതത്തിൽ നിന്ന് തന്നെ മുക്തി തരാം. സഹായിക്കാൻ പറ്റില്ല. ജീവിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോയിക്കോ. അങ്ങനെ രാധയ്ക്ക് അവിടുന്ന് നിരാശയോടെ പോകേണ്ടി വന്നു. എങ്ങനെയൊക്കെയോ അവൾ തന്റെ ജീവൻ സംരക്ഷിച്ച് കാട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ രാക്ഷസൻ കുളത്തിൽ നിന്ന് മോചിതനായി കാട്ടിൽ ഭീതി സൃഷ്ടിക്കാൻ തുടങ്ങിയിരുന്നു. കാട്ടിലെ മന്ത്രവാദി രാക്ഷസന്റെ പിതാവിനെ കൊന്നിരുന്നല്ലോ. ഇതിൽ അടങ്ങാത്ത പകയുള്ള ആ രാക്ഷസൻ മാതാപിതാക്കളോടൊപ്പം കാണുന്ന എല്ലാ ജീവജാലങ്ങളുടെയും മാതാപിതാക്കളെ കൊല്ലുകയും ആ ജീവികളെ അനാഥമാക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഈ കാട്ടിലെ ഓരോ മാതാപിതാക്കളെയും കൊന്നു തിന്നുന്നതാണ്. എല്ലാത്തിനെയും ഞാൻ അനാഥരാക്കുന്നതാണ്. അങ്ങനെ കാട് മുഴുവൻ ഭയത്തിന്റെ അന്തരീക്ഷത്താൽ നിറഞ്ഞിരുന്നു. ഒരു ദിവസം സിംഹരാജാവ് സഭ വിളിച്ചുകൂട്ടിയിരുന്നു. അങ്ങനെ ആരാണ് മാതാപിതാക്കളെ കൊന്നുകളഞ്ഞ് കുട്ടികളെ അനാഥരാക്കുന്നത്? മഹാരാജാവേ, ഈ പണി ആ രാക്ഷസന്റേതാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സന്യാസി കിണറ്റിൽ ബന്ധിച്ചു കളഞ്ഞ രാക്ഷസനാണ്. ഇപ്പോൾ അദ്ദേഹം തടവിൽ നിന്ന് മോചിതനായോ? അതേ രാജാവേ, ആ രാക്ഷസൻ നമ്മുടെ കൂട്ടത്തിലെ ഒരുപാട് പേരെ അനാഥരാക്കിയിട്ടുണ്ട്. അവൻ ഈ കാട്ടിലെ എല്ലാ മാതാപിതാക്കളെയും കൊന്നൊടുക്കുകയാണ്. ഇത് വളരെ ആശങ്കാജനകമാണ്. നമ്മൾ വന്യമൃഗങ്ങൾ, അവനൊരു രാക്ഷസനും. നമുക്കവനെ തോൽപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എനിക്കറിയില്ല നമ്മുടെ അവസ്ഥ എന്താകുമെന്ന്. മഹാരാജാവ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. രാക്ഷസനെ തടവിലാക്കിയ മന്ത്രവാദിയുടെ സഹായം നമുക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? നീ എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് കണ്ടുപിടിച്ചു. ശരിക്കും നീ ഒരു കൗശലക്കാരൻ തന്നെ. ആ നിമിഷം തന്നെ കാട്ടിലെ എല്ലാ ജീവജാലങ്ങളും മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. സ്വാമി എന്നും വിജയിക്കട്ടെ. എന്താ ആ രാക്ഷസൻ തടവിൽ നിന്ന് മുക്തനായോ? താങ്കൾ ഒരു മഹാജ്ഞാനിയാണ് സ്വാമി. ആ രാക്ഷസൻ തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷെ എനിക്കിപ്പോ നിങ്ങളെ സഹായിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. സ്വാമി, അങ്ങ് ഞങ്ങളെ ഇപ്പോ സഹായിച്ചില്ലെങ്കിൽ അവൻ ഞങ്ങളെ എല്ലാവരെയും കൊന്നുകളയും. നിന്റെ തീരുമാനവും ഇതുതന്നെയായിരുന്നില്ലേ ഷേർസിംഗ്? അതായത് കരുത്തുള്ളവരുടെ ജീവിതം കൊല്ലാൻ വേണ്ടിയും ദൗർബല്യമുള്ളവരുടെ ജീവിതം മരിക്കാൻ വേണ്ടിയുമാണെന്ന്. അപ്പോൾ കാട്ടിലെ നിയമം ഇതാണെങ്കിൽ നിയമങ്ങൾ നിങ്ങൾ എങ്ങനെ മാറ്റും? രാക്ഷസൻ കരുത്തുള്ളവനാണ്. അയാൾക്ക് പാവങ്ങളെ കൊല്ലാനുള്ള എല്ലാ അധികാരവുമുണ്ട്. എന്റെ മനസ്സിലുള്ള ചിന്ത തെറ്റായിരുന്നു. എന്നോട് ക്ഷമിച്ചാലും സ്വാമി. എന്നിട്ട് അങ്ങ് ഞങ്ങളെ സഹായിച്ചാലും. എനിക്ക് നിന്നെ സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇപ്പോ എന്നെ കൊണ്ട് നിന്നെ സഹായിക്കാനുള്ള നിവൃത്തിയില്ല. അതെന്തുകൊണ്ടാണ് സ്വാമി? ഞങ്ങൾ സന്യാസികളുടെ കൈകളിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഞങ്ങൾക്ക് വീണ്ടും അവനെ പിടിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. പക്ഷെ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം സ്വാമി. ഇതിനൊരു മാർഗമുണ്ട്. നിങ്ങൾ ഒരു അനാഥയായ ആട്ടിൻകുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. ആ ആട്ടിൻകുട്ടിയുടെ അമ്മയെ ആരെങ്കിലും അവളുടെ മുന്നിൽ വെച്ച് കൊന്നിരിക്കണം. അങ്ങനെയുള്ള ഒരു ആടിനെ എനിക്കറിയാം സ്വാമി. അങ്ങനെയുള്ള ആട്ടിൻകുട്ടി നദിയിൽ ചാടി ജീവൻ ഒടുക്കുകയാണെങ്കിൽ ആ രാക്ഷസൻ സ്വയം തീ പിടിച്ച് മരിക്കുന്നതാണ്. പക്ഷേ ആ ആട് സ്വന്തം ജീവൻ നമുക്കായി തരുമോ സ്വാമി? അതെനിക്കറിയില്ല. ആ അനാഥ ആട്ടിൻകുട്ടിക്ക് നിങ്ങളോടുള്ള സ്നേഹവും പിന്നെ സ്വയം ജീവൻ വെടിയാനുള്ള ത്യാഗ മനസ്സുമുണ്ടെങ്കിൽ രാക്ഷസനെ അഗ്നിക്കിരയാക്കാൻ പറ്റും. പക്ഷെ ഈ കാര്യം ആ ആട് സമ്മതിച്ചില്ലെങ്കിലോ? ആ അനാഥനായ ആട്ടിൻകുട്ടിയെ കൊണ്ട് സമ്മതിപ്പിച്ചേ പറ്റൂ. ഇതല്ലാതെ ആ രാക്ഷസനെ കൊല്ലാൻ വേറെ വഴിയൊന്നും തന്നെയില്ല. ഇത് കേട്ട ശേഷം സിംഹരാജാവും കൂട്ടാളികളും ആ അനാഥയായ ആടിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. കുറച്ചു സമയത്തിന് ശേഷം അവർ രാധയെ കാണുകയും എല്ലാവരും അവളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു. മഹാരാജാവേ, അങ്ങിവിടെ എന്താ പ്രത്യേകിച്ച്? എന്തെങ്കിലും പുതിയ വിശേഷമുണ്ടോ? ഇല്ല ആട്ടിൻകുട്ടി, എല്ലാം ഇവിടെ പ്രശ്നമാണ്. ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമാണ്. നിനക്ക് വേണമെങ്കിൽ ഞങ്ങളെ സഹായിക്കാം സഹോദരി. റാണിയമ്മേ, ഞാൻ മഹാരാജാവിന്റെയും എല്ലാ ജീവജാലങ്ങളുടെയും അടുത്തേക്ക് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ ആ സമയത്ത് ആരും എന്നെ സഹായിച്ചതേയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ സഹായിക്കാനും കഴിയില്ല. എല്ലാ ജീവജാലങ്ങളും അനാഥയായ ആടിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. പക്ഷേ ആടത് നിരസിക്കുന്നു. അങ്ങനെ എല്ലാ ജീവജാലങ്ങളും നിരാശയോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ആ സമയത്ത് തന്നെ സ്വാമി അവിടെ പ്രത്യക്ഷപ്പെട്ടു. സ്വാമി, അങ്ങോ? അതേ കുട്ടി, ഇവരെ ഞാൻ തന്നെയാണ് നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. സ്വാമി പറയുന്നത് ഞാൻ അവരെ സഹായിക്കണമെന്നാണോ? ലോകത്തെ എല്ലാവരും പരസ്പരം സഹായിക്കുന്നത് നിർത്തിയാൽ
ഈ ലോകം തന്നെ അവസാനിക്കുന്നതായിരിക്കും. എനിക്ക് മനസ്സിലായി സ്വാമി. ഈ അപകടകാരികളായ മൃഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സ്വാമി സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. അത് വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ് സ്വാമി. എന്റെ മനസ്സിലുള്ളത് നീ ഇവരെ സഹായിച്ച് കാട്ടിലെ സൗഹൃദത്തെ നശിക്കാതെ കാത്തു രക്ഷിക്കണമെന്നാണ്. എന്നോട് ക്ഷമിച്ചാലും രാധേ, നീ അന്ന് എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ എനിക്കത് മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ ആ കാട്ടിലെ രാക്ഷസൻ ഇവിടെയുള്ള മൃഗങ്ങളെയെല്ലാം അനാഥരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് അനാഥത്വം എന്ന് പറഞ്ഞാൽ എത്ര വേദനാജനകമാണെന്ന്. രാധമോളെ, ഇനി മുന്നോട്ട് കാട്ടിലെ മൃഗങ്ങളെ അനാഥരാകുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. അനാഥയാവുക എന്ന അവസ്ഥയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും കൂട്ടുകാരെ. പിന്നെ രാധ എന്ന ആട് എല്ലാ ജീവജാലങ്ങളെയും കൊണ്ട് നദീതീരത്തിലേക്ക് പോകുന്നു. നദിയിലേക്ക് ചാടാൻ അവൾ മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു രാക്ഷസൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇത് കണ്ട് അവിടെ എല്ലാവരും പേടിച്ചുപോയി. ആട്ടിൻകുട്ടി, നീ ആ ആട്ടിൻകുട്ടി തന്നെയല്ലേ? മൃഗങ്ങളല്ലേ നിന്നെ ഇങ്ങനെ അനാഥരാക്കിയത്? അതെ അതെ, ഞാൻ തന്നെയാണ് ആ പറഞ്ഞ ആട്. നിന്റെ അമ്മയെ നിന്റെ മുന്നിൽ വെച്ചല്ലേ അവർ കൊന്നത്? എന്നിട്ടും നീ എന്തിനാ ഇവരെ സഹായിക്കാൻ വന്നത്? ഈ ലോകത്തില് എല്ലാവരും പരസ്പരം സഹായിക്കുന്നത് നിർത്തിയാൽ ഈ ലോകം തന്നെ എന്നേക്കുമായി അവസാനിച്ചേക്കും. നീ എന്തിനാ ഈ ജന്തുക്കൾക്ക് വേണ്ടി നിന്റെ ഒരു ജീവിതം വെറുതെ കളയുന്നത്? ഒരു അനാഥയായതിന്റെ വേദന എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് എന്റെ കൺമുന്നിൽ വെച്ച് ആ പുള്ളിപ്പുലി എന്റെ അമ്മയെ ആക്രമിച്ച് കൊന്നു കളഞ്ഞപ്പോ ഞാൻ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് എന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയില്ല. മക്കളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ കൊല്ലപ്പെടുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവർ അനുഭവിക്കുന്ന വേദന എനിക്ക് നന്നായി മനസ്സിലാക്കാനാകും. ആ വേദനയെ കുറിച്ച് എനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. രാധയുടെ വാക്കുകൾ കേട്ടു കഴിഞ്ഞപ്പോൾ രാക്ഷസന് മനമാറ്റമുണ്ടായി. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി തുടങ്ങി. അനാഥയായ ആട്ടിൻകുട്ടി, നീ ഇന്നെന്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുകയാണ്. ഇനി നീ നിന്റെ ജീവൻ തരേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. ഇന്നു മുതൽ ഞാൻ സത്യം ചെയ്യുന്നു, ഇനി മുതൽ ഒരു മൃഗത്തെയും ഞാൻ അനാഥനാക്കുന്നതല്ല. സത്യമായിട്ടും? ആ, പ്രതികാരത്തിന്റെ അഗ്നി എന്നെ അന്ധനാക്കിയിരുന്നു. ഇനി മുതൽ ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നതല്ല. ഒരുപാട് നന്ദിയുണ്ട് രാക്ഷസ. സന്തോഷമായിരിക്കൂ, സുഖമായിരിക്കൂ. അങ്ങനെ രാക്ഷസൻ അപ്രത്യക്ഷമായ ഉടനെ സിംഹരാജാവ് കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും എന്താ പറഞ്ഞെന്നോ? പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എന്റെ കാട്ടിലെ നിയമങ്ങൾ മാറ്റുകയാണ്. ഇന്നു മുതൽ കാട്ടിലെ എത്ര ശക്തനായ മൃഗവും തന്നേക്കാൾ ശക്തി കുറഞ്ഞ ഒരു മൃഗത്തിനെയും ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. ആരെയും അനാഥരാക്കരുത്. എല്ലാവരും പരസ്പരം സ്നേഹിച്ച് സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടതാണ്. സിംഹരാജാവിന്റെ ഈ പ്രഖ്യാപനം വനവാസികളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു. അങ്ങനെ ഇപ്പോൾ കാട് സമാധാനത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്നു. കാട് മുഴുവൻ സന്തോഷത്താൽ നിറഞ്ഞു. ചമേലിയാട് തന്റെ ഭർത്താവിന്റെ ശവത്തിന് മുൻപിലിരുന്ന് കരയുകയായിരുന്നു. പറയൂ, നിങ്ങൾ എന്തിനാണ് എന്നെ തനിച്ചാക്കി പോയത്? ഞാനിപ്പോൾ ആർക്കു വേണ്ടി ജീവിക്കും? ആർക്കു വേണ്ടി? ചമേലിയാടിന്റെ കരച്ചിൽ കണ്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം അവളെ എന്തോ പോലെ നോക്കിക്കൊണ്ടേ നിന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതാ ഇവളൊരു ഭാഗ്യം കെട്ടവളാണെന്ന്. ഇവൾ ആരെയൊക്കെ കല്യാണം കഴിക്കുന്നോ ആ ആടുകളുടെ എല്ലാം ജീവൻ പോകും. ഇതുവരെ ഈ ആടിന്റെ 4 ഭർത്താക്കന്മാർ മരിച്ചു. ഇവൾ നിർഭാഗ്യ തന്നെ. ഞാൻ പറഞ്ഞതാ ഈ ആടിനെ എന്നെ ഏൽപ്പിക്കാൻ. ഞാൻ ഇവളുടെ നഖം പോലും ബാക്കി വെക്കാതെ കടിച്ചു മുറിച്ച് തിന്നോളാം. അയ്യോ വേണ്ട ചീറ്റേ, ഈ ആട് ഇത്ര നിർഭാഗ്യയാണെങ്കിൽ ഇതിനെ ആരൊക്കെ തിന്നുന്നോ അവരും ഭഗവാന്റെ പ്രിയപ്പെട്ടവരാകും. എല്ലാവരും ചമേലിയാടിനെ കുറിച്ച് അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ചമേലിയാടും തന്റെ ഭർത്താവിന്റെ ശവത്തിനു മുമ്പിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടെ നിന്നും പോകാം. ഇതിന്റെ കൂടെ ഇരുന്നാൽ ഇതിന്റെ നിർഭാഗ്യം നമ്മുടെ തലയിൽ കയറി ഇതിന്റെ ഭർത്താവ് പോയതുപോലെ നമ്മളും പോകും. ചമേലി ആരെയൊക്കെ കല്യാണം കഴിക്കുന്നു ആ ആട് അടുത്ത ദിവസം തന്നെ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി മാറുന്നു. അതുകൊണ്ട് അവളുടെ മുൻപിൽ നിൽക്കാതെ എല്ലാവരും അവിടെ നിന്നും പോയി. ഈ നിർഭാഗ്യം കെട്ടവൾ എന്തുകൊണ്ട് മരിക്കുന്നില്ല? ഞാൻ ഭാഗ്യം കെട്ടവളല്ല, ഞാൻ ഭാഗ്യം കെട്ടവളല്ല. അടുത്ത ദിവസം ചമേലി തന്റെ വീടിന്റെ മുൻപിലിരുന്ന് ചിന്തിക്കുകയായിരുന്നു. ദൈവമേ, ഞാൻ ഏതൊക്കെ ആടിനെ കല്യാണം കഴിക്കുന്നു? അവരെന്താ അടുത്ത ദിവസം തന്നെ മരിച്ചു പോകുന്നത്? എന്താ എനിക്കൊരു ഭർത്താവിന്റെ സ്നേഹം ഒരിക്കലും കിട്ടില്ലേ?
ചമേലിയാട് വീണ്ടും ഉറക്കെ കരയാൻ തുടങ്ങി. ഒരിക്കൽ ചമേലി നടന്നു പോകുകയായിരുന്നു. അപ്പോൾ മാനിന്റെ വീട്ടിൽ നിന്നും ഒരു മാൻകുട്ടി കരയുന്നത് കണ്ടു. ഈ കുഞ്ഞ് എന്തിനാണ് കരയുന്നത്? കുട്ടി കരയുന്നത് കണ്ട് ചമേലി കുട്ടിയുടെ അടുത്തേക്ക് പോയി. എന്തുപറ്റി കുഞ്ഞെ, നീ എന്തിനാണ് കരയുന്നത്? എനിക്ക് വിശക്കുന്നുണ്ട് ആന്റി. അപ്പോൾ നിന്റെ അമ്മ എവിടെ കുഞ്ഞെ? എന്റെ അമ്മ എവിടേക്കോ പോയി. കരയണ്ട മോനെ, ഞാൻ നിനക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരാം. കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിന് കഴിക്കാൻ വേണ്ടി ചമേലി അവന് കുറച്ച് പഴങ്ങൾ കൊണ്ടു കൊടുത്തു. എന്നാൽ ആ പഴങ്ങളിൽ മുഴുവൻ പുഴുക്കളായിരുന്നു. അതു കഴിച്ചു കഴിഞ്ഞ ഉടനെ മാനിന്റെ കുഞ്ഞും മരണപ്പെട്ടു. ദൈവമേ, ഈ കുട്ടി മരിച്ചുപോയല്ലോ. മോനെ, കണ്ണു തുറക്കു കുഞ്ഞേ, അല്ലെങ്കിൽ വീണ്ടും ഈ കാട്ടിലുള്ളവർ എന്നെ നിർഭാഗ്യെന്ന് പറയും. അയ്യോ. അപ്പോൾ അവിടെ മാനും വന്നു. ഏയ് നിർഭാഗ്യ ആടേ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? എന്റെ കുഞ്ഞിനെന്താ പറ്റിയത്? നിന്റെ മകൻ മരിച്ചു പോയിരിക്കുന്നു. എന്താ? നീ എന്റെ മകനെയും കൊന്നു കളഞ്ഞോ? ഭാഗ്യം കെട്ടവളെ. ഞാൻ നിന്റെ മകനെ കൊന്നിട്ടില്ല സഹോദരി. ഞാൻ അവന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തതാണ്. നിന്റെ നിർഭാഗ്യമായ കൈകൾ കൊണ്ട് അവൻ ആഹാരം കൊടുത്ത് എന്റെ കുഞ്ഞിനെയും നീ കൊന്നു കളഞ്ഞു നിർഭാഗ്യേ. മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ നോക്കി മാൻ ഉറക്കെ കരഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ട് എല്ലാ മൃഗങ്ങളും അവിടെ ഒത്തുകൂടി. എന്ത് പറ്റി മാനെ, നീ എന്തിനാണ് കരയുന്നത്? ഈ ഭാഗ്യം കെട്ടവൾ നിന്നെയും എന്തെങ്കിലും ചെയ്തോ? ഈ ഭാഗ്യം കെട്ടവൾ എന്റെ മകനെയും കൊന്നുകളഞ്ഞു. എന്നെ വിശ്വസിക്കൂ, ഞാൻ ഇവനെ കൊന്നിട്ടില്ല സഹോദരി. ഈ ഭാഗ്യം കെട്ട ആടിനെ നമ്മുടെ കാട്ടിൽ നിന്നും പുറംതള്ളണം. ഇല്ലെങ്കിൽ ഒരു ദിവസം ഈ ആട് നമ്മളെ എല്ലാവരെയും കൊല്ലും. ബാലുബായി പറഞ്ഞത് ശരിയാ. ഈ ഭാഗ്യം കെട്ടവൾക്ക് നമ്മുടെ കാട്ടിൽ ജീവിക്കാൻ ഒരു അർഹതയുമില്ല. ഈ ഭാഗ്യം കെട്ടവളെ നമ്മുടെ കാട്ടിൽ നിന്ന് പുറത്താക്ക്. എല്ലാ മൃഗങ്ങളും ചേർന്ന് ചമേലിയെ കാട്ടിൽ നിന്നും പുറത്താക്കി. കാട്ടിലൂടെ പുറത്തു പോകുമ്പോൾ ചമേലി കരഞ്ഞുകൊണ്ട് നദിയുടെ കരയിലേക്ക് വന്നു. ചിലപ്പോൾ ഇവർ പറയുന്നത് ശരിയായിരിക്കും. ഞാൻ ഭാഗ്യം കെട്ടവളാണ്. ഞാൻ എവിടെ പോകുന്നു അവിടെയെല്ലാം എന്റെ ഭാഗ്യക്കേട് പിന്തുടരുന്നു. ഇങ്ങനെ ആലോചിച്ച് ചമേലി കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇനി സത്യത്തിൽ ഞാൻ നിർഭാഗ്യയാണെങ്കിൽ എനിക്കിനി ജീവിച്ചിരിക്കാനുള്ള ഒരു അർഹതയുമില്ല. ഇങ്ങനെ നിർഭാഗ്യയായി ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നത് തന്നെയാണ്. തന്റെ ജീവിതം അവസാനിപ്പിക്കാനായി ചിന്തിച്ച് ചമേലിയാട് ഒരു കുന്നിലേക്ക് നടന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. അവരെങ്കിലും സുഖമായി ജീവിക്കട്ടെ. എപ്പോൾ ചമേലി അവിടെ നിന്നും ചാടാനായി ഒരുങ്ങിയോ അപ്പോൾ അവിടെ ഒരു വലിയ പരുന്ത് വന്നു. നിൽക്കൂ ആടേ, ഈ ചെറിയ പ്രായത്തിൽ നീ എന്തിനാ മരിക്കാൻ പോകുന്നത്? ഞാൻ മരിക്കുന്നത് തടയാൻ വരണ്ട പരുന്തേ, എന്നെ മരിക്കാൻ വിടൂ. അങ്ങനെ എന്ത് പ്രശ്നമാ നിനക്ക്? നിന്റെ ജീവൻ വിടാൻ മാത്രം. എല്ലാവരും ഞാൻ നിർഭാഗ്യെന്ന് കരുതുന്നു. അതുകൊണ്ട് എനിക്ക് ജീവിക്കാനായി ആഗ്രഹമില്ല. നിന്റെ മരണം ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകില്ല. എന്നോടും ചിലവരൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. എന്നാൽ ഞാൻ മരിച്ചില്ലല്ലോ. നിന്നെയും നിർഭാഗ്യനെന്ന് പറഞ്ഞോ? അതെ, എന്നാൽ ഞാൻ അവരോടെല്ലാം യുദ്ധം ചെയ്തിട്ടുണ്ട്. നീയും എന്നെ പോലെ പോരാടാൻ പഠിക്ക്. എന്നിട്ട് നോക്ക്, ഒരു ദിവസം നിന്റെ ജീവിതത്തിലും സന്തോഷം വരും. പരുന്ത് പറയുന്നത് കേട്ട് ആടും തന്റെ തീരുമാനത്തിൽ നിന്നും പിന്തിരിയാൻ ഒരുങ്ങി. നീ പറഞ്ഞത് ശരിയാ പരുന്തേ, ഞാനിനി മരിക്കില്ല, പൊരുതും. അത്രേ ഉള്ളൂ കാര്യം. ഇന്നു മുതൽ നമുക്ക് സുഹൃത്തുക്കളായി ഒരുമിച്ച് ജീവിക്കാം. ആടും പരുന്തും അങ്ങനെ സുഹൃത്തുക്കളായി മാറി ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു വൈകുന്നേരം രണ്ടുപേരും വെളിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. പരുന്തി, നീ എനിക്ക് പുതിയൊരു ജീവിതം തിരിച്ചു തന്നു. അന്ന് നീ എന്റെ ജീവൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ മരിച്ചു പോയേനെ. അപ്പോൾ അവിടേക്കൊരു സിംഹം വന്നു. സിംഹത്തിനെ കണ്ടതും ആടും പേടിച്ചുപോയി. പരുന്തി, നോക്കൂ, സിംഹം വന്നിരിക്കുന്നു. ഇവൻ എന്നെ കൊന്നുകളയും, എന്നെ രക്ഷിക്കൂ. പേടിക്കേണ്ട ആടേ, ഈ സിംഹം എന്റെ സുഹൃത്താണ്. എന്താ, ഇവൻ സത്യത്തിൽ നിന്റെ സുഹൃത്താണോ? അതെ, ഇയാളും നമ്മളെപ്പോലെ ദുഃഖിതനായി നടക്കുന്ന ഒരു പാവമാണ്. അല്ല പരുന്തേ, ഈ ആടെന്തിനാ ഇവിടെ വന്നത്? ഷേർസിംഗ്, ഈ പാവം ദുഃഖത്തിലാണ്. പിന്നെ പരുന്ത് സിംഹത്തിനോട് ആടിനെ കുറിച്ചെല്ലാം പറഞ്ഞു. ഓ, അപ്പോൾ ഇവളും നമ്മളെപ്പോലെ പ്രശ്നത്തിലാണല്ലേ? അതെ ഷേർസിംഗ്. ഒരു കാര്യം ചോദിക്കട്ടെ സിംഹമേ? ആ, ചോദിക്കൂ.
താങ്കളുടെ കഥ എന്താണ്? താങ്കളെയും എല്ലാവരും നിർഭാഗ്യനെന്ന് പറഞ്ഞു. ആ, എന്നെ കാട്ടിലുള്ളവർ കുറ്റം പറഞ്ഞ് അവിടെ നിന്നും പുറത്താക്കിയതാണ്. എന്നാൽ നിങ്ങൾ കാരണം എന്താണ് പറ്റിയത്? എല്ലാവരും താങ്കളെ ബഹുമാനിക്കുന്നതല്ലേ? എന്റെ ഭാര്യയുടെ പിറന്നാൾ ദിവസം ഞാനൊരു കേക്ക് കൊണ്ടുവന്നു. അവൾ ആ കേക്ക് കഴിച്ചപ്പോൾ എന്റെ ഭാര്യ മരിക്കുകയും ചെയ്തു. എന്താ, ഇതുകൊണ്ടാണോ താങ്കളെ എല്ലാവരും കുറ്റം പറഞ്ഞ് വെളിയിലാക്കിയത്? അല്ല, കുറച്ചു ദിവസം കാട്ടിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞ് എനിക്ക് ഒരു വലിയ അസുഖം പിടിപെട്ടു. ആ കാരണം കൊണ്ട് അവരെന്നെ കുറ്റം പറഞ്ഞ് എന്റെ 2 മക്കളോടൊപ്പം എന്നെ കാട്ടിൽ നിന്നും പറഞ്ഞു. എന്താ, അസുഖത്തിന് ചികിത്സയൊന്നുമില്ലേ? ഇല്ല, അതുകൊണ്ടാണ് എന്റെ മരണത്തിന് ശേഷം എന്റെ മക്കൾക്ക് എന്തു പറ്റുമെന്ന് എനിക്ക് ആവലാതിയാകുന്നു. സിംഹം കരയുന്നത് കണ്ട് ആടും പരുന്തും വീണ്ടും ദുഃഖിതരായി. ഷേർസിംഗ്, താങ്കൾ ദുഃഖിക്കണ്ട. ഇന്നു മുതൽ ഞാൻ താങ്കളുടെ മക്കളുടെ അമ്മയാകാം. ഇത് കേട്ടപ്പോൾ സിംഹവും സന്തോഷിച്ചു. നീ പറയുന്നത് ശരിയാണോ? അതെ ഷേർസിംഗ്, താങ്കളുടെ മക്കളെ പരിപാലിക്കാനായിരിക്കും എനിക്ക് പുതിയ ജീവിതം കിട്ടിയത്. എന്നെ എന്റെ കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. ഷേർസിംഗ് ചമേലി ആടിനെയും കൊണ്ട് ഗുഹയിലേക്ക് പോയി. നോക്കൂ മക്കളെ, നിങ്ങളെ കാണാൻ ആരാ വന്നിരിക്കുന്നതെന്ന്. അച്ഛാ, ഇത് ആരാ? ഇതെന്റെ സുഹൃത്താ. സുഹൃത്തോ അതോ വേറെ എന്തെങ്കിലും ആണോ അച്ഛാ? മന്നു ഇങ്ങനെ പറയുന്നത് കേട്ട് ആടിന് അപ്പോൾ നാണം വന്നു. അപ്പോൾ ഷേർസിംഗ് ആടിനോട് പറഞ്ഞു, ഇവർ പറയുന്നതൊന്നും കാര്യമാക്കല്ലേ. ഇവർ ഇപ്പോഴും കുട്ടികളാ. ഇവർ കുട്ടികളാണ്, താങ്കൾ കുട്ടിയല്ലല്ലോ. എന്നുവെച്ചാൽ ഞാനിവിടെ സുഹൃത്തിനേക്കാൾ ഉപരി മറ്റെന്തോ ആയി മാറുന്നു. ഇത് കേട്ടപ്പോൾ ഷേർസിംഗിനും സന്തോഷമായി. എന്താ നിനക്ക് എന്റെ മക്കളുടെ അമ്മയാകാമോ? അതെ, ഇന്നു മുതൽ ഞാൻ ഇവരുടെ അമ്മയാ. കേട്ടില്ലേ മക്കളെ, ഇന്നു മുതൽ ഇവൾ നിങ്ങളുടെ അമ്മയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ കൂടെ ആയിരിക്കും. അയ്യോ, അപ്പോൾ ഇന്നു മുതൽ നല്ല രസമായിരിക്കും അല്ലേ ഷേരു? അതേ മുന്നു. അന്നു മുതൽ ചമേലിയാട് ഷേർസിംഗിന്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ നോക്കിക്കൊണ്ടിരുന്നു. ഷേർസിംഗിന്റെ മക്കളും അത് തന്റെ രണ്ടാനമ്മയെന്ന് മനസ്സിലാക്കി അവളുടെ ഒപ്പം സന്തോഷമായി ജീവിച്ചു. അങ്ങനെ കുറച്ചു മാസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ഷേറുവും മുന്നുവും ചമേലിയോട് ചോദിച്ചു, അമ്മേ വരൂ, ഞങ്ങളെ ആദ്യം നടക്കാൻ കൊണ്ടുപോ. അതെ അമ്മേ, എനിക്കും വെളിയിൽ നടക്കാൻ പോകണം. ശരി മക്കളെ, വാ, ഇന്ന് ഞാൻ നിങ്ങളെ നദിക്കരയിലേക്ക് കളിക്കാൻ കൊണ്ടുപോകാം. ചമേലിയാട് 2 മക്കളെയും കൊണ്ട് നദിയുടെ കരയിലേക്ക് പോയി. 2 മക്കളെയും കൊണ്ടവൾ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ക്രൂരന്മാരായ 2 കുറുക്കന്മാർ വന്നു. ദൈവമേ, ഈ കുറുക്കന്മാർ എവിടെ നിന്നാ വന്നത്? അമ്മേ, ഈ കുറുക്കൻ നമ്മളെ കൊല്ലും. ഞങ്ങളെ മരിക്കാൻ വിടരുത്. പേടിക്കണ്ട മക്കളെ, ഞാൻ ഉള്ളതുവരെ ഒന്നും സംഭവിക്കില്ല. എടാ രംഗ, ഈ ആടിതെന്താ പറയുന്നത്? ആ, ഇത് പറയുന്നത് സിംഹത്തിന്റെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ ഇതിന്റെ ജീവൻ വരെ വിടുമെന്നാ. എടാ, പക്ഷേ ഒരു ആടെന്തിനാ സിംഹക്കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്? അത് ചിലപ്പോ സിംഹം ആടിന്റെ ലവ് മാരേജ് ചെയ്തതായിരിക്കും. ഇതൊക്കെ നമ്മൾ എന്തിനാ നോക്കി നിൽക്കുന്നത്? നമുക്ക് ഇവരെ 3 പേരെയും അങ്ങ് വേട്ടയാടിയേക്കാം. ആ, വാ, വേഗം ഇവരെ നമ്മുടെ ഭക്ഷണമാക്കിയേക്കാം. അങ്ങനെ കുറുക്കന്മാർ അവരുടെ നേരെ നടന്നു വരാൻ തുടങ്ങി. അപ്പോൾ ചമേലി പറഞ്ഞു, മക്കളെ, ജീവൻ രക്ഷിക്കാനായി നമ്മൾ ഓടേണ്ടി വരും. അങ്ങനെ ഓടിക്കൊണ്ട് നിങ്ങളുടെ അച്ഛനെ വിളിക്കുകയും ചെയ്യണം. ഓടിക്കോ. ചമേലിയും 2 മക്കളും ഓടാൻ തുടങ്ങി. അച്ഛാ, അച്ഛാ. ഷേർസിംഗ്, ഷേർസിംഗ്, രക്ഷിക്കണേ, രക്ഷിക്കണേ. തന്റെ ഗുഹയ്ക്ക് മുൻപിൽ നിന്നിരുന്ന ഷേർഖാന് അവരുടെ ശബ്ദം കേൾക്കാമായിരുന്നു. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഷേർസിംഗ്, ഞങ്ങളെ രക്ഷിക്കൂ. ഇത് കുട്ടികളുടെ ശബ്ദമാണല്ലോ. അവരുടെ ജീവൻ ആപത്തിലാണെന്ന് തോന്നുന്നു. ഷേർസിംഗ് പെട്ടെന്ന് ഗുഹയ്ക്ക് വെളിയിലേക്ക് വന്നു. ഷേർസിംഗിനെ കണ്ടപ്പോൾ ഷേറു, മുന്നു പിന്നെ ചമേലി പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് പോയി. അവിടെ നിൽക്കൂ കുറുക്കന്മാരെ, അല്ലെങ്കിൽ 2 പേരുടെയും അവസ്ഥ എന്താകുമെന്നാൽ നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ അമ്മയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാക്കും. ആഹാ, ഇത് കൊള്ളാമല്ലോ. ആടും സിംഹവും തമ്മിൽ സൗഹൃദമോ? ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. എന്താ സിംഹമേ, ആടിനെ നീ ലവ് മാരേജ് ചെയ്തതാണോ? ചമേലി, 2 കുട്ടികളെയും കൊണ്ട് വീട്ടിനകത്തേക്ക് പോ. ഞാൻ ശബ്ദമുണ്ടാക്കാതെ നീ വാതിൽ തുറക്കരുത്. ചമേലി തന്റെ 2 മക്കളുമായി ഗുഹയ്ക്കകത്തേക്ക് പോയി. പിന്നെ അവർ വാതിലും അടച്ചു. എന്താ, നീ ഒറ്റയ്ക്ക് ഞങ്ങളെ 2 പേരെയും കീഴ്പ്പെടുത്തുമോ?
കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ ഇവനോടൊപ്പം ഇവന്റെ കുടുംബത്തെയും നമുക്ക് കഴിക്കാമല്ലോ. എന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് നീ എന്റെ ജീവൻ എന്നിൽ നിന്നും രക്ഷിച്ചോ. വരൂ. ഷേർസിംഗ് തനിയെ 2 കുറുക്കന്മാരെയും ഒറ്റയ്ക്കാക്കാൻ തുടങ്ങി. ഷേർസിംഗ് ഒറ്റയ്ക്ക് അവരോട് പൊരുതിയെങ്കിലും ആ കുറുക്കന്മാർ ഷേർസിംഗിന്റെ നെഞ്ചിൽ മുറിവേൽപ്പിച്ചിരുന്നു. ഷേർസിംഗിന് വയ്യാതെയായി. നെഞ്ചിൽ പരിക്കേറ്റതുകൊണ്ട് ഷേർസിംഗിന്റെ മരണവും അങ്ങനെ സംഭവിച്ചു. ഷേർസിംഗ് മരിച്ചു കിടക്കുന്നത് കണ്ട് അകത്തിരുന്ന ചമേലിയും അവരുടെ മക്കളും ഉറക്കെ നിലവിളിച്ചു. ഞാൻ സത്യത്തിൽ നിർഭാഗ്യയാ. നിങ്ങളുടെ അച്ഛന്റെ ജീവിതത്തിലേക്ക് വന്ന് അദ്ദേഹവും പോയി. ഇല്ല അമ്മേ, അച്ഛൻ്റേത് ധീരമായ മരണമാ. നിങ്ങൾ വന്നത് കാരണം കൊണ്ടല്ല അച്ഛൻ മരിച്ചത്. ഒരു അസുഖം വന്നാലും നമ്മൾ എല്ലാവരും മരിച്ചു പോകില്ലേ? അതെ, അമ്മ നിർഭാഗ്യല്ലെന്ന് അമ്മ ചിന്തിക്ക്. അമ്മ ലക്കിയ. അമ്മ വന്നതിന് ശേഷം അമ്മ കുറച്ചു ദിവസം കൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതം നല്ലതാക്കി മാറ്റി. അതെ അമ്മേ, ഇനി ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല. ദൈവമേ, ഞാൻ സത്യത്തിൽ നിർഭാഗ്യല്ലെങ്കിൽ എന്തെങ്കിലും മായാജാലം ചെയ്യൂ. ഞങ്ങൾ ഇവിടെ നിന്നും ജീവനോട് വെളിയിൽ പോയാൽ ഞാൻ നിർഭാഗ്യല്ലെന്ന് ഞാൻ വിശ്വസിക്കാം. നോക്കൂ അമ്മേ, നമ്മൾ ഉറപ്പായും ജീവിച്ചിരിക്കും. കാരണം അമ്മ നിർഭാഗ്യല്ല, അമ്മ ലക്കിയ. വെളിയിൽ കുറുക്കന്മാർ അവരെ കൊല്ലാനായി കാത്തുനിന്നു. സിംഹത്തിന്റെ കഥ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ആടും സിംഹക്കുഞ്ഞുങ്ങളും മാത്രം. ഇത് കേട്ട് ആട് വീണ്ടും വാതിൽ നന്നായി അടച്ചു. വാതിൽ തുറക്കാടേ. നോക്ക്, നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. എപ്പോൾ വരെ കാണാനാ? നീ എപ്പോഴെങ്കിലും വെളിയിലേക്ക് ഇറങ്ങി വരുമല്ലോ അല്ലേ? എന്ന് വെളിയിലേക്ക് വരുന്നോ? ആ ദിവസം നിന്നെയും നിന്റെ മക്കളെയും ഞങ്ങൾ വേട്ടയാടും. അങ്ങനെ 2 കുറുക്കന്മാരും വാതിൽ തുറക്കുന്നത് കാത്തിരുന്ന് ഷേർസിംഗിന്റെ ഗുഹയുടെ വെളിയിൽ കുത്തിയിരുന്നു. ഈ കുറുക്കന്മാർ അവിടെ തന്നെ ഇരിക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ 3 ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോഴും 2 കുറുക്കന്മാർ അവിടെ തന്നെ ഇരുന്നു. അമ്മേ, കുറെ നാളായി നന്നായി വിശക്കുന്നുണ്ട്. അതെ അമ്മേ, ഇനി ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ മരിച്ചു പോകും. 3 ദിവസമായി പട്ടിണി കിടന്നതുകൊണ്ട് ഷേർസിംഗിന്റെ മക്കൾ വളരെ ബലഹീനരായി തീർന്നു. ഇനിയും ഇവർക്ക് കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവർ മരിച്ചു പോകും. എന്ത് ചെയ്യും? ചമേലി വാതിലിന്റെ ഇടയിലൂടെ നോക്കി. അപ്പോഴും ആ കുറുക്കന്മാർ അവിടെ തന്നെ ഇരിക്കുന്നു. ഈ കുറുക്കന്മാർ ഇപ്പോഴും എവിടെ ഇരിക്കുന്നു? എന്ത് ചെയ്യും? ഒരു പിടിയും കിട്ടുന്നില്ല. ആ ചങ്ങാതി, നല്ല ഉറക്കം വരുന്നുണ്ട്. കുറച്ചു നേരം നമുക്കങ്ങ് ഉറങ്ങിയേക്കാം. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ 2 കുറുക്കന്മാരും ഉറങ്ങി. നോക്കു മക്കളെ, കുറുക്കന്മാർ ഉറങ്ങിയിരിക്കുന്നു. ഞാൻ പതുക്കെ വാതിൽ തുറക്കാം. 2 പേരും മിണ്ടാതെ ഓടിക്കോ. എന്നാൽ അമ്മേ, നിങ്ങളെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ ഒരിടത്തും പോവില്ല. നിങ്ങളെ രക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കുട്ടികളെ. ഇല്ലാമേ, അമ്മയില്ലാതെ ഞങ്ങൾ ഇവിടെ നിന്നും ഒരിടത്തേക്കും പോകില്ല. ശരി, ആദ്യം നിങ്ങൾ 2 പേരും ഓടൂ. നിങ്ങളുടെ പിന്നാലെ ഞാനും ഓടി വരാം. ശരിയമ്മേ. ചമേലി അങ്ങനെ പതുക്കെ വാതിൽ തുറന്ന് 2 മക്കളെയും പുറത്തേക്കിറക്കി. അവരുടെ പിന്നാലെ തന്നെ അവളും പതുക്കെ ഇറങ്ങാൻ തുടങ്ങി. 2 കുറുക്കന്മാരും ഉറങ്ങുന്നു. ചമേലിയും മക്കളും മിണ്ടാതെ തന്നെ നടന്നുപോയി. അപ്പോൾ പെട്ടെന്ന് കുറുക്കന്മാർ കണ്ണു തുറന്നു. അവസാനം നീ പുറത്തേക്ക് വന്നു അല്ലേ ആടേ? എന്നാൽ നിങ്ങൾ 2 പേരും ഉറങ്ങുമായിരുന്നല്ലോ. ഞങ്ങൾ ഉറങ്ങുകയല്ലായിരുന്നു, ഉറങ്ങുന്നത് പോലെ നാടകം കളിച്ചതാ. എന്നാലല്ലേ നിങ്ങൾ വെളിയിൽ വരൂ. ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ മായാജാലത്തിൽ വീണു. നോക്കൂ കുറുക്കന്മാരെ, നിങ്ങൾ എന്നെ കൊന്നോളൂ, പക്ഷെ ഈ കുട്ടികളെ വെറുതെ വിടൂ. നിനക്കെന്തിനാ ഈ കുട്ടികളോട് ഇത്രയും ദയ? ഇത് നിന്റെ മക്കളല്ലല്ലോ. സത്യമാണ്, ഇവർ എന്റെ മക്കളല്ല. എന്നാൽ ഞാൻ ഇവരെ എന്റെ സ്വന്തം മക്കളെ പോലെ വളർത്തിയതാണ്. ഇവരെ വെറുതെ വിട്ടേക്കു ചേട്ടന്മാരെ, ഇവർ ചെറിയ കുട്ടികളാ. ശരി, എടോ കുട്ടികളെ, ഇവിടെ നിന്നും ഓടിപ്പോ. ഇല്ല അമ്മേ, അമ്മയെ തനിച്ചാക്കി ഞങ്ങൾ എവിടേക്കും പോകില്ല. അതെ അമ്മേ, ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് മരിക്കും. മക്കളെ, നിങ്ങൾ ഇതുവരെ ലോകം കണ്ടിട്ടേയില്ല. പോകൂ, ഇവിടെ നിന്നും പോകൂ. ഇല്ല അമ്മേ, ഞങ്ങൾ പോകില്ല. പോകൂ മക്കളെ, ഇതെന്റെ ആജ്ഞയാണ്, നിങ്ങളുടെ 2ാം അമ്മയുടെ ആജ്ഞ. അമ്മയുടെ ആജ്ഞയനുസരിച്ച് 2 മക്കളും അവിടെ നിന്നും പോകാൻ തുടങ്ങി. ചമേലിയാടും ആ കുറുക്കന്മാരുടെ മുൻപിൽ പോയി നിന്നു. എന്റെ മക്കളെ വെറുതെ വിട്ടതിൽ നിങ്ങൾക്ക് വളരെയധികം നന്ദി. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായും കഴിക്കാം. വരൂ, എന്നെ കഴിച്ചുകൊള്ളൂ. അപ്പുറത്തെ തന്റെ ജീവൻ രക്ഷിക്കാനായി ഓടുന്ന മക്കൾക്ക് 2ാം അമ്മയെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വന്നു. മുന്നു, നമ്മൾ സിംഹങ്ങളാ.
ഇങ്ങനെ ഭീരുക്കളെ പോലെ നമ്മുടെ അമ്മയെ വേട്ടയാടാൻ കൊടുത്തിട്ട് വരുന്നത് ശരിയല്ല. അതെ, നമുക്ക് അമ്മയെ രക്ഷിച്ചേ പറ്റൂ. അമ്മയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ജീവൻ വിട്ടാലും കുഴപ്പമില്ല. എന്നാൽ നമ്മൾ അമ്മയെ എങ്ങനെ രക്ഷിക്കും? ആ കുറുക്കന്മാർ വളരെ വലുതാ, നമ്മൾ എത്രത്തോളം ചെറുതാ. നമ്മൾ വരും കാലത്ത് കാടിന്റെ രാജാവാകേണ്ടവരാണ്. നമ്മൾ വെറുതെ കാട് ചുറ്റി നടക്കേണ്ട സിംഹങ്ങളല്ല. ശരി, നമുക്കിപ്പോൾ യുദ്ധം ചെയ്യാം. അങ്ങനെ 2 സിംഹക്കുട്ടികളും അവിടെ വന്ന് കുറുക്കന് നേരെ നടന്നുപോയി. അതുകണ്ട് കുറുക്കന്മാർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എന്തിനു തിരിച്ചു വന്നു? എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ വേണ്ടേ? ജീവനേക്കാൾ ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു. അമ്മയെ രക്ഷിക്കാൻ ഞങ്ങൾ തിരികെ വന്നതാ. എന്നാൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അമ്മയെ എങ്ങനെ രക്ഷിക്കും? നിങ്ങൾ വെറും കുട്ടികളല്ലേ? അതെ, കുട്ടികളാ. എന്നാൽ സിംഹത്തിന്റെ. ഞങ്ങളുടെ അമ്മയെ കൊല്ലുന്നതിന് മുൻപ് ഞങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കുറുക്കന്മാരെ. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ യുദ്ധം തുടങ്ങി. കുറുക്കന്മാർ 2 കുട്ടികൾക്കും നേരെ ചാടി വീണു. യുദ്ധത്തിൽ 2 പേർക്കും മുറിവേറ്റിരുന്നു. ഏ, 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 ഏ. എന്തിനാ നോക്കി നിൽക്കുന്നത്? ആടിനെ പോയി ആക്രമിക്കേ. അങ്ങനെ വീണ്ടും കുറുക്കന്മാർ ആടിന് നേരെ വന്നു. അപ്പോൾ അവിടെ പരുന്തും വന്നു. നിൽക്കൂ. ആടിനെ ആക്രമിക്കുന്നതിന് മുൻപ് അവളുടെ ചേട്ടനുമായി യുദ്ധം ചെയ്യൂ കുറുക്കന്മാരെ. ഇപ്പോൾ നോക്ക്, ഇതിന്റെ ജീവൻ രക്ഷിക്കാൻ പരുന്തും വന്നിരിക്കുന്നു. ഇത് വന്ന് പറയുന്നു ഇത് ആടിന്റെ ചേട്ടനാണെന്ന്. എനിക്ക് ഈ ആടിനെ കുറിച്ച് ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് സിംഹത്തിന്റെ പെണ്ണും പരുന്തിന്റെ പെങ്ങളുമാ. കുറുക്കന്മാരെ, നിങ്ങൾക്ക് ഈ ബന്ധം മനസ്സിലാകില്ല. കാരണം ഈ ബന്ധം ത്യാഗത്തിന്റേതും സ്നേഹത്തിന്റേതുമാണ്. മാമ, ഞങ്ങളുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കൂ. ഞാൻ ജീവനോടെ ഇരിക്കുന്നതുവരെ നിങ്ങളുടെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല മക്കളെ. അങ്ങനെ പരുന്ത് വേഗത്തിൽ പറന്ന് 2 കുറുക്കന്മാരുടെയും കണ്ണിൽ കൊത്തി അവരെ അന്ധന്മാരാക്കി മാറ്റി. എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. അത് എന്റെ കണ്ണും കുത്തിപ്പൊട്ടിച്ചു. ഓടൂ ഇവിടെ നിന്ന്. 2 അന്ധന്മാരായ കുറുക്കന്മാരും ജീവൻ രക്ഷിക്കാനായി അവിടെ നിന്നും ഓടി. ഇവിടെ സിംഹത്തിന്റെ മക്കൾ തന്റെ രണ്ടാനമ്മയുടെ അടുത്തുപോയി അവളെ നോക്കി കരഞ്ഞുകൊണ്ടേ നിന്നു. അമ്മേ, നിങ്ങളെ രണ്ടാനമ്മയെന്ന് വിളിക്കുമ്പോഴും നിങ്ങൾ യഥാർത്ഥ അമ്മയേക്കാൾ മുകളിലാണ്. അതെ അമ്മേ, ഇന്നു മുതൽ അമ്മ ഞങ്ങളുടെ രണ്ടാനമ്മയല്ല, സ്വന്തം അമ്മയാണ്. ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാ, ഇനി അടുത്ത ജന്മത്തിൽ ഞങ്ങളെ അമ്മ തന്നെ പ്രസവിക്കണമെന്ന്. അമ്മയുടെയും മക്കളുടെയും സ്നേഹം കണ്ട് പരുന്തിന്റെ നെഞ്ചലിഞ്ഞു. അപ്പോൾ കാട്ടിലെ എല്ലാ മൃഗങ്ങളും അങ്ങോട്ടേക്ക് വന്നു. ആടേ, നിന്നെ നിർഭാഗ്യെന്ന് പറഞ്ഞ് കാട്ടിൽ നിന്ന് വെളിയിലാക്കിയതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അതേ ആടേ, നീ നിർഭാഗ്യയല്ല, ഒരു ലക്കി ആടാണ്. നീ പോയതിനു ശേഷം കാട്ടിലൊരു അസുഖം വന്നു. കാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ ദുഃഖിതരാണ്. അതെ ആടേ, നിന്റെ പവിത്രമായ കാലുകൾ കാട്ടിൽ വെച്ച് ഞങ്ങളെ പേമാരിയിൽ നിന്ന് രക്ഷിക്കൂ പെങ്ങളെ. ആട് പെങ്ങളെ, ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാനാ വന്നത്. ഞങ്ങളുടെ കൂടെ വരൂ. എല്ലാ മൃഗങ്ങളും വന്ന് ആടിനെ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആടും തിരിച്ചു പോകാനായി സമ്മതം മൂളി. ശരി, എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ സമ്മതമാണ്. എന്നാൽ എനിക്കൊരു നിബന്ധനയുണ്ട്. നിന്റെ എല്ലാ നിബന്ധനയ്ക്കും ഞങ്ങൾക്ക് സമ്മതമാണ്. നിന്റെ എല്ലാ നിബന്ധനയ്ക്കും ഞങ്ങൾക്ക് സമ്മതമാണ്. ഷേർസിംഗിന്റെ 2 മക്കളും എന്റെ കൂടെ ജീവിക്കും. ഞാൻ എന്നും അവരുടെ അമ്മയായിരിക്കും. പറയൂ, സമ്മതമാണോ? സമ്മതമാണ്. അങ്ങനെ ചമേലി തന്റെ മക്കളെയും കൊണ്ട് തിരിച്ച് കാട്ടിലേക്കും പോയി. അങ്ങനെ മക്കളെ പരിപാലിച്ച് സന്തോഷത്തോടെ തന്റെ ജീവിതം ജീവിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.